ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. അരി കുതിർത്തണ്ട, അരയ്ക്കണ്ട, നമുക്കുണ്ടാക്കാം സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക ഉണ്ണിയപ്പം, അതും വളരെ എളുപ്പത്തിൽ. ആദ്യം 2.5 അച്ച് വെള്ളം എടുത്ത് അതിലൊരു ടീക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കണം. 6 ചക്കച്ചുള അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് അതിനെ ഫൈനായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. നമ്മുടെ വെള്ളം എല്ലാം അലിഞ്ഞോ എന്ന് നോക്കാം. വെള്ളം അലിഞ്ഞതും നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അരച്ച ചക്കയിലേക്ക് കുറച്ച് പൊടികൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഒരു വലിയ മിക്സി ജാറിലേക്ക് അരച്ച ചക്ക, 1 ടീക്കപ്പ് അരിപ്പൊടി, 1/2 ടീക്കപ്പ് ഗോതമ്പ് മാവ്, 1/2 ടീക്കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം അരിച്ചു വെച്ച ശർക്കരപ്പാനി ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കണം. പാത്രങ്ങൾ കഴുകാൻ മടിയില്ലാത്തവരാണെങ്കിൽ വേറൊരു വഴി കൂടിയുണ്ട്. ചക്ക അരച്ചതും ശർക്കരപ്പാനിയും പൊടികളും എല്ലാം ഒരു വലിയ പാത്രത്തിലിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത ശേഷം മിക്സി ജാറിലേക്ക് ഇടാം. എന്നിട്ട് അരച്ചെടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാറ്റർ ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാവിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ റവ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇരിക്കും തോറും അത് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ മാവ് എടുത്തു വെക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ച് ഒരുപാട് ലൂസ് ആക്കരുത്. ഇനി ഒരു 4 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. മാവിന് കൂടുതൽ കട്ടിയുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ലൂസ് ആക്കരുത്. നമുക്ക് ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ അച്ചെടുത്ത് അടുപ്പിൽ വെച്ച ശേഷം ഞാനതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലും ഇതുണ്ടാക്കാവുന്നതാണ്. എണ്ണ നല്ലപോലെ ചൂടാവണം. ചൂടായോ എന്നറിയാനായിട്ട് ഒരു ഡ്രോപ്പ് മാവെടുത്ത് ഉണ്ണിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 3/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഫുള്ളാക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് എല്ലാം ഒന്ന് ഒഴിച്ച് തീരുമ്പോഴേക്കും ആദ്യം ഒഴിച്ചത് പൊന്തി വന്ന് തുടങ്ങും. അപ്പോൾ അതിനൊന്ന് മറിച്ചിടാം. ഇങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും എടുക്കാം. സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വഴറ്റി ഇടാറുണ്ട്. കുറച്ച് എള്ളും വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ അത് രണ്ടും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ണിയപ്പം ഒഴിക്കുന്നതിന് മുൻപ് ഇത് രണ്ടും ഇടാവുന്നതാണ്. ആദ്യത്തെ ബാച്ച് ചക്ക ഉണ്ണിയപ്പം റെഡിയായി. ഉണ്ണിയപ്പം നല്ലപോലെ മൊരിച്ചെടുക്കുകയാണെങ്കിൽ കഴിക്കാൻ ഇത്തിരി ഹാർഡായിരിക്കും, പക്ഷെ കുറച്ചധികം ദിവസം കേടാവാതിരിക്കും. അധികം മൊരിയാതെയാണ് ഉണ്ണിയപ്പം എടുക്കുന്നതെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പം. നമുക്ക് ഏതാണ് താല്പര്യം അതുപോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ബാച്ച് ഉണ്ണിയപ്പവും റെഡിയായി. നമുക്ക് അതും ഒന്ന് എടുക്കാം. നല്ല ഗുണ്ടുമണി ഉണ്ണിയപ്പം, നല്ല രസമില്ലേ കാണാൻ? കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മാവ് മുഴുവനും ഒഴിക്കാം. നമ്മുടെ മാവ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ഒരു പരീക്ഷണമാണ്. ഉണ്ണിയപ്പത്തിൻ്റെ അച്ചില്ലാത്തവരെന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ചീനച്ചട്ടിയിൽ അതൊന്ന് ഒഴിച്ചു നോക്കാം. ചെറിയൊരു തവി മാവ് ഒഴിച്ച ശേഷം അതിലേക്ക് സൈഡിലെ എണ്ണയൊന്ന് കോരി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയപ്പം പൊന്തി വരും. അപ്പോൾ നമ്മൾ എടുത്ത അളവ് വെച്ച് ഇത്രയും ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കും കുടുംബത്തിനും ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഉണ്ണിയപ്പം. ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം എത്ര സോഫ്റ്റ് ആണെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്.